നമസ്കാരം. വേറെ എവിടെയല്ല കേട്ടോ, നമ്മളുടെ വില്ലേ തന്നെയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോറിബിൾ പ്ലേസ് ആണ് കേട്ടോ. ദൈവമേ, ഇവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും ഒറിജിൻ. വിശേഷം പതിയെ പറയാം. നമ്മളുടെ വർക്ക് ഏരിയയാണ്. ഇവിടെ നിന്ന് തുടങ്ങട്ടെ കേട്ടോ പരിപാടി. ഞാൻ തന്നോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം കേട്ടോ. തുടങ്ങുമ്പോൾ കണ്ടില്ല, ആദ്യം തന്നെ നമ്മുടെ ഉള്ളി, സവാള, വെളുത്തുള്ളി, പൊട്ടറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വെയിലത്ത് വെക്കാം. കാരണം സമയം ഒരു 11:30 ആ ടൈമാണ്. അപ്പോൾ നല്ല വെയിലും കിട്ടും. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ചെറിയൊരു മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയിക്കോളും. മറ്റേ കുടുംബശ്രീക്കാരുടെ ചേച്ചിയുടെയൊക്കെ ബക്കറ്റിൻ്റെ മുകളിൽ കണ്ടോ, ഇതെല്ലാം ഒരു 4-5 ദിവസം മുന്നേ ഞാൻ വെള്ളം തൊട്ടിട്ട് തന്നെ മാറ്റിയതാട്ടോ. കാരണം അറിയാലോ, സൈഡിൽ കൂടി ആ റോഡ് പോകുന്നത് കൊണ്ടിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇതൊക്കെ മുന്നേ പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ കേട്ടോ. പുക്കാട്ടുപടി എന്ന് പറയുമ്പോൾ മിക്കവരും എനിക്ക് തോന്നുന്നു NRIs ഒക്കെ കേൾക്കുന്നുണ്ടാവും. കാക്കനാട് പുക്കാട്ടുപടി, എടപ്പള്ളി പുക്കാട്ടുപടി, കൊച്ചി, അവിടെയൊക്കെ വില്ലകൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം അറിയുക. നല്ല രീതിയിൽ നിങ്ങൾ എടുക്കണമെന്ന സമയത്ത് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ, ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമാണത്. ദയവായിട്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ നമ്മളുടെ ആ ഒരു എന്താ ഇതിനെ പറയുന്നത്, പ്രഷർ വാഷറിൻ്റെ ഒക്കെ കോലം കണ്ടില്ല. അപ്പോൾ ചോദിക്കും നിങ്ങളത് ക്ലീൻ ചെയ്യാത്തതുകൊണ്ടിട്ടല്ലേ എന്ന്. അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ക്ലീനിങ് എൻ്റെ ഒരു ഹോബിയൊന്നല്ല. ഇപ്പം എനിക്ക് ക്ലീനിങ് ഇപ്പോൾ ചെയ്യുന്നത് മടുത്തു, എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് വേറൊരു നിവൃത്തിയില്ല. ഒരു മെയ്ഡിനെ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ അല്ല. ഇപ്പോൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5K വരെ കൊടുക്കേണ്ടി വരും. നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 1600 ആണ്. അപ്പോൾ അതിനൊക്കെ നമ്മളൊരു 1.5K ഒരു ചേച്ചിക്ക് കൊടുക്കേണ്ടി വരും. ബാത്റൂം അടക്കം ക്ലീൻ ചെയ്ത് തരും. പക്ഷേ നമ്മളെപ്പോലത്തെ ഒരു ആൾക്കാർക്ക് അത് എപ്പോഴും അത് എല്ലാ ആഴ്ചയും ഈ 1.5K നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ നല്ല നമുക്കൊരു അഗാറോൻ്റെ ഒരു ക്ലീനിങ് ഇത് വാങ്ങാം നമുക്ക്. പക്ഷേ ഈ സിമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അടിച്ചു പോകും. ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഈ ബാക്ക് സൈഡൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്, ദയവായിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയണത്, ഗേറ്റഡും കംപ്ലീറ്റ് പ്രോജക്റ്റ് കഴിഞ്ഞതായിട്ടുള്ളതൊക്കെ നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആവുന്നവർ. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒത്തിരി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാ കമൻസിനും മറുപടിയൊക്കെ കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായിട്ട് എനിക്ക് അതുപോലും പ്രോപ്പറായിട്ട് ഇപ്പോൾ ഇന്ന് 2 ദിവസത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എനിക്ക് നിങ്ങളൊന്ന് റിക്വസ്റ്റ് മനസ്സിലാക്കണം കേട്ടോ. കാരണം എനിക്ക് അത്ര അധികം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 കുട്ടികളും ഞാനുമല്ലേ ഉള്ളത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ പൊടിയെല്ലാം കണ്ടിട്ട് ഡോൺ കെയർ ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടിട്ട് എങ്ങനെ നമ്മൾ ഡോൺ കെയർ ആയിട്ടിരിക്കും? ഇത് കണ്ടില്ലേ നിങ്ങൾ, അത്യാവശ്യം കുറച്ച് നമുക്ക് വൃത്തി മെനയുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയത്തില്ല, എനിക്കിപ്പോൾ തോന്നുന്നു ഇതൊക്കെ കൊടുത്തിട്ട് തിരിച്ച് തന്നെ നമ്മളുടെ ആ ഒരു ഫ്ലാറ്റിലേക്ക് പോകണം തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നി തുടങ്ങി എനിക്ക്. കാരണം എനിക്കിത് മതിയായി. എനിക്കിത് അധികം ഇത് മുന്നോട്ട് ഇങ്ങനെ പോകാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ സാം വരും എന്നുള്ളൊരിത്. പക്ഷെ സാം വന്നാലും സാമിന് അങ്ങനെ അങ്ങോട്ട് പ്രശ്നമൊന്നുമില്ല. സാം വളരെയധികം ബുദ്ധിമുട്ട് വെച്ചാൽ നമുക്ക് ഞാൻ ഒരുപാട് പ്രഷർ കൊടുക്കുമ്പോഴാണ് പുള്ളി ആ പൊടി എന്നുള്ള ചിന്ത വരുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാന് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് നിർബന്ധിച്ചിട്ടൊന്നും ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കാനും പറ്റത്തില്ലല്ലോ. അയ്യോ എൻ്റെ കൂടെ വന്ന് ക്ലീൻ ചെയ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. അത് കണ്ടറിഞ്ഞ് ചെയ്യണം. എനിക്കങ്ങനെ പറയണതും ഇഷ്ടമല്ല അധികം, എൻ്റെ കൂടെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഫ്രസ്ട്രേഷൻ വരും. അങ്ങനെ അത് എനിക്ക് അറിയത്തില്ല എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന്. ഇതൊക്കെ വല്ല എന്താ പറയുന്നത്, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിലല്ലോ ഈ ബിൽഡിംഗ് ഒക്കെ പണിയണവൻ്റെയൊക്കെ എപ്പോൾ ലൈസൻസ് പോയെന്ന് ചോദിച്ചാൽ മതി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോക്കൃത്തരമാണ് കാണിക്കുന്നത്. ഇത്രയും ജനങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവർ ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് ഇവിടെ താമസിപ്പിച്ചിട്ട്, വില്ല നമ്മൾ വാങ്ങിച്ചതാണല്ലോ, ലോഡ്സിന് കിട്ടിയതൊന്നും അല്ലല്ലോ, വാങ്ങിച്ചിട്ട് ചില ബിൽഡേഴ്സ് ഇവിടെ ബിൽഡിംഗ് പണിയുന്നത്, ഞങ്ങളുടെ ബാക്കിലൊക്കെ പണിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതായത് അവർ പഞ്ചായത്തിൽ അവിടെ ഇവിടെയൊക്കെ കൊടുക്കേണ്ട പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, നമുക്കതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ എന്നിരുന്നാലും ബേസിക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ റൂൾസ് ഒന്നും പാലിക്കാതെയാണ് കേട്ടോ. ഒരു ഗ്രീൻ മെഷ് ഇടണം, അതായത് ഡിബ്രസ് ആയിട്ട്, അതായത് മറ്റേ പൊടി തടയാനുള്ള ഗ്രീൻ മെഷില്ലേ, അത് ഇടണമെന്ന് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. നമ്മളെന്താ പറയുക, നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ മാത്രം ഇവിടെ ഒറ്റപ്പെടും. ഞാൻ പറഞ്ഞതാണ്, 2 പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷേ അതെല്ലാം വീഡിയോ എൻ്റെ അടുത്തുണ്ട്. വാട്ടർ ടാങ്കിൻ്റെയൊക്കെ ആ സമയത്തെ അവസ്ഥ. 5000 രൂപ കൊടുത്തിട്ട് ഞങ്ങളത് ക്ലീൻ ചെയ്യിച്ചു. ആദ്യ പ്രാവശ്യം 5 കൊടുത്ത്, പിന്നെ ഒരു പ്രാവശ്യം 3000 കൊടുത്ത് നമ്മളത് ക്ലീൻ ചെയ്യിപ്പിച്ചു. പിന്നെ കണ്ടോ, ഇതൊക്കെ കണ്ടോ, സിമെൻറ്റ് പൊടിയാണ് ഈ കാണുന്നത്. ആ ബാക്കിൽ ഞങ്ങളുടെ ബാക്കിൻ്റെ കോലം കണ്ട ആകെ കൂടെ മുഷിഞ്ഞിരിക്കുക കേട്ടോ. ഇതൊക്കെ പിന്നെ പൂപ്പിലൊക്കെ മഴ പെയ്യുമ്പോൾ വരുന്നതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അല്ലാണ്ടുള്ള പൊടിയും കാര്യങ്ങളും ഒക്കെ ഈ സിമെൻറ്റാണ്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ഒന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് ഒക്കെ പണിയുമ്പം ഗ്രീൻ മെഷൊക്കെ ഇട്ടൊക്കെ പണിയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പണി കാണത്തില്ലായിരുന്നു കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സിമെൻറ്റ് വെച്ചിട്ട്, അതായത് വലിയ വലിയ വണ്ടികൾ പോവും ഞങ്ങളുടെ വില്ലയുടെ സൈഡിൽ കൂടെ. സിമെൻറ്റും അതേപോലെ തന്നെ
മെറ്റൽസൊക്കെ വെച്ചിട്ട് ശരിക്കും ആ മെറ്റൽസൊക്കെ ഒന്ന് മൂടിയിട്ടിട്ട് വേണം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ സിമെൻ്റ് ആണെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. ഇതൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ശരിക്കും നമ്മൾ ഈ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് നമുക്ക് എന്താ പറയുക, നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത പാർട്ടിക്കിൾസ് വരെ ഉണ്ടാവും. അപ്പോൾ അതുവരെയും നമ്മുടെ ഫുഡിലൊക്കെ വന്നിരിക്കുമായിരിക്കും. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെയൊക്കെ ഇപ്പം നമ്മൾ അറിയാൻ പറ്റില്ല, കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കാം നമുക്ക് പല അസുഖങ്ങളും സ്കിൻ ഡിസീസസും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് ഇതുവരെ അങ്ങനത്തെ സ്കിൻ ഡിസീസസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഇങ്ങനത്തെ പൊടിയും കാര്യങ്ങളൊക്കെ. ഇനി അങ്ങോട്ട് എനിക്ക് എൻ്റെ കാലിൻ്റെ ശോകാവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം ഞാൻ ഇത് ചെയ്യാതെ ഇനിയിപ്പോൾ അകത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഇവിടെ നിന്ന് പൊടി തെറിക്കുന്നുണ്ട് അങ്ങനെ. കാരണം എനിക്ക് മടുത്തു. എനിക്കിപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫെഡപ്പായി. എനിക്ക് എന്താ പറയുക, നമ്മൾ ഒരു കാര്യം നമുക്ക് എത്ര ചെയ്താലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും വീണ്ടും ഇത് തന്നെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്പം ശോകമല്ലേ. സാമും എന്നോട് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, നീ തന്നെ ഡിസൈഡ് ചെയ്തോ എന്താ വേണ്ടതെന്നുള്ളത്. എനിക്കറിയത്തില്ല, എനിക്ക് മേ ബി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ വെറുതെ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചു. കാരണം ഈ വില്ലയായിട്ട് ഞങ്ങൾക്ക് അത്ര മനസ്സുകൊണ്ടൊരു അടുപ്പമുണ്ട്. ഏരിയ പോട്ടെ, ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് തന്നെയാണ് പ്രശ്നം, ഈ പൊല്യൂഷനും കാര്യങ്ങളും. അല്ലാതെ നമ്മുടെ വില്ലയുടെ ഉള്ളുമായിട്ടും വില്ലയായിട്ട് ഞങ്ങൾക്ക് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ടെറിഞ്ഞ് വെറുതെ അങ്ങ് ഇട്ടിട്ട് പോകാനും നമുക്കത് പറ്റില്ല. അങ്ങനെ രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴേ നമ്മളിവിടുന്ന് പാക്കപ്പ് ചെയ്തേനെ. ഒരു കുഴപ്പമില്ല, കൊച്ചിയിലേക്ക് നമുക്ക് മാറാനേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. അവിടത്തേക്ക് മാറിയാൽ നമുക്ക് ഓക്കെയാണ്. പിന്നെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഇപ്പം പോയി വരൽ വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല. നമുക്ക് വേണമെങ്കിലൊക്കെ പോയൊക്കെ വരാം. എന്നിരുന്നാലും ഈ 10th ആകുമ്പോൾ അവർക്ക് എക്സ്ട്രാ ക്ലാസ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ടൈമിംഗ് ഒക്കെ പ്രശ്നമാവും. അതൊക്കെയാണ് കാരണം. പിന്നെ സാം ഇല്ലാണ്ട് എനിക്കും കുട്ടികൾക്കും മാത്രം അങ്ങനെ മാറാനും പറ്റത്തില്ല. ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ഇവിടെ സെറ്റിലായി കഴിഞ്ഞു ഏകദേശം. പെട്ടെന്ന് അങ്ങോട്ടൊരു ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. പക്ഷേ ആൾക്കാർ കരുതും ഈ ഒരു പൊടിയോ ഇവർക്കിത് ക്ലീൻ ചെയ്താൽ പോലും. കണ്ടേ, ഇതാണ് അവസ്ഥ. ഇത് എന്ത് പൊടിയാണ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് സിമെൻറ്റാണിത്. ഇതാണ് സിമെൻറ്റിൻ്റെ പൊടി. എന്ത് പറയാനാന്നേ, ഇത് ക്ലീൻ ചെയ്ത് ഇപ്പം സമയം പറഞ്ഞാൽ എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും പോണ കാര്യങ്ങൾ പോലും എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മുടെ കുട്ടികളുള്ളത് കൊണ്ടിട്ട് നമുക്ക് ഇതങ്ങോട്ട് വെറുതെ പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഇപ്പം സാർ ഇവിടെ ഇല്ല, ഇതിപ്പം സാർ പിന്നെ അതേപോലെ തന്നെ ഇവയ്ക്കാണെന്നുണ്ടെങ്കിലും ചെറിയ ശ്വാസത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടുപേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടിരിക്കുകയാണ് ഇപ്പം. എന്നിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഹെൽത്തും കൂടെ നമുക്ക് നോക്കണമല്ലോ. നമ്മളിത് വേണ്ട ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ കിടന്ന് പൊടി വരും. പിള്ളേർക്ക് അറിയില്ല, അവർ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ അവരുടെ മൂക്കിലേക്കും അതേപോലെ തന്നെ അവർക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതാണ് കുഴപ്പം. അപ്പം ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ എനിക്ക് അറിയത്തില്ല എന്താണെന്ന്. ഇപ്പോൾ കണ്ട ഗ്യാസ് സ്റ്റോവിൻ്റെ ഒക്കെ മുകളിലൊക്കെ ഒന്നും പറയണ്ട. ഇതെല്ലാം ഇങ്ങനെ വെള്ളമൊഴിച്ചെല്ലാം കഴുകാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിപ്പോൾ നമ്മൾ നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല. ഇത് ഇങ്ങനെ നമ്മൾ കഴുകി നമ്മുടെ ജീവിതം അവസാനം വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണോ? എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന വേറെ ഒന്നും അല്ല കേട്ടോ. എനിക്കൊരു സമാധാനം പറയുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടുമല്ലോ. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഏരിയാസ് കണ്ടിട്ടുണ്ടോ? കാണുന്ന ഭംഗിയൊന്നും വിചാരിക്കല്ലേ കേട്ടോ. നല്ല പണിയാണ്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വില്ല ഇത്രം ക്ലീൻ ചെയ്തിടുന്നത്. അല്ലാതെ ഞാൻ ക്ലീനിങ് വീഡിയോ കാണിക്കുമ്പം അത് മാത്രം കണ്ടൻ്റ് ആക്കുമല്ല. എനിക്ക് എൻ്റെ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ദിവസം ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇതാണ്. അതുകൊണ്ടിട്ടാണ് എനിക്ക് കുക്കിംഗ് കഴിഞ്ഞിട്ട് ജസ്റ്റ് വന്നിട്ട് പിന്നെ എനിക്കിത് ചെയ്യുക എനിക്ക് പരിപാടി. അതിനിടയിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പെൻഡിങ് ഉണ്ട്. അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോവും. അപ്പോൾ അതാണ്. പിന്നെ നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും പോട്ടെ, അതിപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷേ നമ്മളുടെ പുറത്ത് പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വരെയും പെൻഡിങ് ആവുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ ഗ്യാസ് സ്റ്റൗ നമ്മളുടെ ആ ഒരു ഇത് മാറ്റിയത് നമുക്ക് ഇപ്പം ഞാൻ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന മിക്ക സാധനങ്ങളും അകത്തോട്ട് ഇനിയും കയറ്റത്തില്ല. അതെല്ലാം നമുക്ക് ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരുമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്നവരുണ്ട്, അവർക്ക് ഞാൻ കൊടുക്കും. ഗ്യാസിൻ്റെ അവിടുത്തെ ആ ഒരു ഇതൊക്കെ ചീത്തയായി. ഇപ്പം നമുക്ക് വേറെ പുതിയ സ്റ്റൗ എന്തെങ്കിലും നമ്മൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർക്ക് ഏരിയ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വർക്ക് ഏരിയ കോൺക്രീറ്റ് ചെയ്യണം. അത് നമ്മൾ വില്ലേജിൽ നിന്ന് നമുക്ക് പെർമിഷൻ എടുത്താൽ മതി. ഒരു കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 130 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രയുടെ നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പെർമിഷൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കണം. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ഞാനത് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ എനിക്ക് ഈ പൊടി, കാരണം നമ്മൾ ആ ഒരു ഷീറ്റാണ് ഇപ്പം. കാരണം നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഇത് ടാക്സ് കട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ മറ്റ് എന്താ പറയുക, കോൺക്രീറ്റ് ചെയ്യാത്തടത്ത് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ വില്ല പണിതപ്പം ഇങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. നമ്മളിത് അടച്ച് കെട്ടി എടുത്തതാണ്. ഇങ്ങനത്തെ ഷീറ്റൊക്കെ ഇട്ട് പോളികാർബണൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബാമ്പു കർട്ടനൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളാണ് ഈ ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ കബോർഡ്സൊക്കെ വെച്ചിരിക്കുന്നത്. തൽക്കാലത്തേക്ക് സ്റ്റാൻഡൊക്കെ അടിച്ചിരിക്കുന്നത് ചെറിയൊരു ഔട്ട്ഡോർ കിച്ചണായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ ഒരു പൊടിയെ
അപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വെയിൽ പോട്ടെ, പൊടിയുള്ള സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കരുതി മുകളിൽ ഷീറ്റ് മാറ്റിയിട്ട് കോൺക്രീറ്റ് അടിച്ച് കളയാം. അപ്പോൾ പിന്നെ പൊടിയും കുറച്ച് കുറയുമല്ലോ, അങ്ങനെ സെറ്റ് ചെയ്യാൻ കരുതി. പിന്നെ കുറച്ച് ജസ്റ്റ് നമുക്ക് നല്ലൊരു ഭംഗിയിലെടുക്കാം. അപ്പോൾ നോൺ വെജൊക്കെ ഇവിടെ കുക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഒന്നും ഇത് യൂസ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. നമ്മൾ എന്താ പറയണത്, നമ്മുടെ കോലം തന്നെ വേറെ ആയിപ്പോവും. നമുക്കൊരു പേഴ്സണാലിറ്റി എപ്പോഴും ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ ഫേസിലൊക്കെ ആകെ കോലം കെട്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നാത്തിന് കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാതെ ഞാനിത് പിന്നെ യൂസ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടോ, ഞാൻ അടിച്ച് കഴുകി, ഇതാണ് അവസ്ഥ, വയ്യാണ്ടായിട്ടോ. ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വില്ലയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് നമ്മളെപ്പോഴും വീടൊക്കെ വാങ്ങാൻ പോകുമ്പം അറിയാം, സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ എല്ലാം കൂടെ നമുക്ക് ഓക്കെ ആയി വരത്തില്ല. ഒന്നുകിൽ നമുക്കൊരു എന്താ പറയണത്, ഒരു കോടി 1 CR ഒക്കെ കൊടുക്കാനുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരുമാതിരി സൊല്യൂഷൻ നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളുടെ പോലത്തെ ഒരു സാധാരണക്കാരനൊരു വില്ല എടുക്കാൻ പോകുമ്പോൾ ആണ് ഈ പ്രശ്നങ്ങൾ പല ട്രാപ്പിലും ചെന്ന് പെടുന്നത്. അപ്പം ഇത് ട്രാപ്പാണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഞാൻ വന്നപ്പെട്ടത് വലിയൊരു ട്രാപ്പാണ് എൻ്റെ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം. തൈലൊക്കെ ഇട്ട് നല്ല ക്ലീൻ ചെയ്ത് ഇതൊക്കെ ഇന്നിപ്പോൾ ഒരു ഐറ്റംസ് നമ്മൾ വെക്കുന്നില്ല. നാളെ ഇതൊക്കെ ഉണക്കിയിട്ട് അവിടെ നിന്ന് വേണ്ടത് മാത്രം ഒന്ന് കഴുകി എടുത്തിട്ട് ആവശ്യമുള്ളത് മാത്രം വെക്കുന്നുള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ, അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഈ അടുത്ത പരിപാടി ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെയ്തു കേട്ടോ. ഏകദേശം ഞാൻ പാത്രങ്ങളൊക്കെ ആവശ്യമുള്ളത് മാത്രം എടുത്ത് കഴുകി, എന്നിട്ട് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി. ഇനിയിപ്പോൾ നമുക്കിത് അകത്തോട്ട് കയറ്റി വെക്കാം. പ്രഷർ വാഷറൊക്കെ ഞാനൊന്ന് കഴുകി, അതിലൊക്കെ നിറച്ചും പൊടിയായിരുന്നു. ഞാൻ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഒന്നുകൂടി തന്നെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതുകൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനിഷ്. ആവശ്യമില്ലാത്ത എല്ലാം ഞാനെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പം ആരെങ്കിലും വരുമ്പോൾ നമുക്ക് കൊടുത്തുവിടേ, നമുക്ക് തന്നെ ഡംപ് ചെയ്യേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പം അത് കാണിച്ചില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇതേ പ്രഷർ വാഷറൊക്കെ ഒന്ന് ഞാനൊന്ന് കഴുകി അകത്തോട്ട് എടുത്ത് വെച്ചു. ഇത് പിന്നെ നമുക്ക് വേണമല്ലോ. ഇതൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം കളയാൻ വേണ്ടി പുറത്തേക്ക് ഇട്ടു വെച്ചു. ഏകദേശം ഇവിടെ ഇവിടെ ഒക്കെ മാറ്റി കേട്ടോ. ഇവിടെ നിന്നൊക്കെ എല്ലാം എടുത്ത് മാറ്റി. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ. ഇനി നമുക്ക് വരുന്നുണ്ട് ഒരു സെറ്റിങ്, നമ്മൾ സെറ്റപ്പ് ആക്കി എടുക്കാം. തൽക്കാലത്തേക്ക് നമ്മൾ ഡസ്റ്റ് ഫ്രീ ഏരിയ ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തു. അതിപ്പോൾ ഡെയിലി എനിക്ക് ഇനി ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകാം. ബിക്കോസ് താഴത്തൊന്നും ഞാൻ ഏറ്റവും അടിയിലൊന്നും വെച്ചിട്ടില്ല. ഈ ഒരു സ്റ്റാൻഡ്സിൽ മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും അടിയിൽ വെക്കാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ഡെയിലി അടിച്ച് കഴുകാൻ പറ്റും വെള്ളം. അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ. ബൈ. ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും ഫുഡ് കഴിക്കേണ്ട പരിപാടിയിലേക്ക് പോകാം. ഓക്കെ.